അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള P1 ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളെ, നമ്മൾ ഒരു പുതിയ പാഠപുസ്തകത്തിലേക്ക് നീങ്ങുകയാണ്. ബൈന നബളിൽ അദബ് എന്നാണ് നമ്മുടെ പുസ്തകത്തിൻ്റെ പേര്. നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് ആരംഭിക്കാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അനിവാര്യമായ സാഹചര്യത്തിൽ ഇനിയും അത് നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇന്ന് മുതൽ ക്ലാസ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ അറബി അക്ഷരങ്ങൾ എല്ലാവർക്കും അറിയാം, എന്നാലും നമുക്കൊന്നുകൂടെ അതിൻ്റെ ക്രമത്തിൽ ചൊല്ലി നോക്കാം. എന്തിനാണ് ഇങ്ങനെ അറബി അക്ഷരങ്ങൾ ക്രമത്തിൽ തന്നെ വായിക്കുന്നത്? ക്രമത്തിൽ വായിക്കുന്നത് നമുക്ക് ഒരു പദം കണ്ടെത്താൻ ഡിക്ഷണറിയോ അതല്ലെങ്കിൽ ഖുർആൻ്റെ മുഅ്ജമോ ഒക്കെ വെച്ചിട്ട് ഒരു പദം കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങളുടെ ക്രമം കൃത്യമായി നമ്മൾ അറിയണം. അതുകൊണ്ട് അതൊന്ന് ക്രമത്തിൽ പറഞ്ഞു നോക്കാം. നമുക്ക് പറയാം: അലിഫ്, ബാ, താ, സാ, ജീം, ഹാ, പിന്നെ ഹാ, ദാല്, ദാല്, റാ, സായ്, സീന്, ഷീന്, പിന്നെ സ്വാദ്, ളാദ്, സ്വാദ്, ളാദ്, ത്വാ, ലാ, ഐന്, ഖൈന്, ഫാ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, ഹാ, വാവ്, യാ. ഇതാണ് അക്ഷരങ്ങളുടെ ക്രമം. എല്ലാ അക്ഷരങ്ങളും നമുക്കറിയുന്നതാണ്. ഇതിലേകദേശം പകുതിയോളം അക്ഷരങ്ങൾക്ക് മലയാളത്തിലും സ്വരമുണ്ട്, അതുപോലെ തന്നെ അറബിയിലും സ്വരമുണ്ട്. പകുതി അക്ഷരങ്ങൾക്ക് മലയാളത്തിൽ അതിന് തത്തുല്യമായ അക്ഷരങ്ങൾ ഇല്ല. ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ 28 അക്ഷരങ്ങളാണ് ഞാനിപ്പോൾ എഴുതിയത്. 28 അക്ഷരങ്ങൾ. ഈ 28 അക്ഷരങ്ങളും അൽ ഹുറൂഫുൽ ഹിജാഇയ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 28 അക്ഷരങ്ങളും അൽ ഹുറൂഫുൽ ഹിജാഇയ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വരാം. ഈ ഹുറൂഫുൽ ഹിജാഇയ്യ അക്ഷരങ്ങൾ അലിഫ് ലാം ചേർന്ന് വരുന്ന സമയത്ത് ചിലപ്പോൾ ലാം ഉച്ചരിക്കുന്നതും മറ്റു ചിലപ്പോൾ ലാം ഉച്ചരിക്കാതെ ഈ അക്ഷരങ്ങളിൽ ഏതാണോ വന്നത് അതിന് ശദ്ദ് ചെയ്യുകയും ചെയ്യുന്ന രൂപമുണ്ട്. അതിൽ ലാം ഉച്ചരിക്കുന്ന, അതായത് ഇപ്പം നമ്മൾ ബ എടുക്കുക, അൽ ബദ്റു, അൽ എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു, അൽ ബദ്റു, അൽ ബദ്റു. ഇവിടെ നമുക്ക് അൽ എന്ന് കൃത്യമായി തന്നെ ഉച്ചരിച്ചിരിക്കുന്നു. എന്നാൽ മറ്റൊന്നെടുക്കാൻ നമ്മൾ അശംസു, അശംസു. ഇവിടെ നമ്മൾ ഈ ലാം ഉച്ചരിക്കാതെ ഷീനിന് നമ്മൾ ശബ്ദ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അശംസു എന്ന് പറയുന്നത് അൽ ഹുറൂഫ് ഷംസിയ എന്നാണ് അറിയപ്പെടുക. ഇങ്ങനത്തെ ഏകദേശം 14ഓളം അക്ഷരങ്ങളുണ്ട്. അതായത് ലാം ഉച്ചരിക്കാതെ, ലാം ഉച്ചരിക്കുന്നില്ല, പകരം നമ്മൾ തൊട്ടടുത്ത അക്ഷരത്തിന് നമ്മൾ ശബ്ദ് കൊടുത്ത് ഉച്ചരിക്കുന്നു.
ഇങ്ങനെ ഹുറൂഫ് ഷംസിയ 14 ഉണ്ട്. ഹുറൂഫുൽ ഖമരിയയുമുണ്ട് 14. ഹുറൂഫുൽ ഖമരിയെ നമുക്ക് പരിശോധിക്കാം. ഏതൊക്കെയാണ്? ഈ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം. അൽ അലിഫു ഖമരിയാണ്, അൽ ബാ ഉ ഖമരിയാണ്, അത്താ ഉ ഖമരിയ അല്ല, ഷംസിയ. പിന്നെ അസ്സാ ഉ അതും ഷംസിയ, അൽ ജീമു, അൽ ഹാ ഉ, അൽ ഹാ ഉ ഇതൊക്കെ ഖമരിയ. കാരണം അൽ എന്ന് കൃത്യമായി തന്നെ ഉച്ചരിക്കുന്നുണ്ട് അൽ. അപ്പോൾ അൽ അലിഫു, അൽ ബദറു, പിന്നെ അൽ ജമലു, പിന്നെ അൽ ഹബിലു, അൽ ഖൈറു, പിന്നെ അങ്ങനെ അല്ലാതു തോലാദ് അയിന് ഒയിന് അൽ അയിനു, അൽ ഒബിനു, അയിന് ഒയിന്, അൽ ഫജ്റു ഒക്കെ ഇതിലാൽപ്പെടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചരിക്കേണ്ട സമയങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതാണ് പിന്നീട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എഴുത്തിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് അല്പമൊന്ന് പോകാം. അധികം ദീർഘിപ്പിച്ചെടുക്കില്ല. ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ മാത്രമേ ഉള്ളൂ. എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു കോപ്പി എഴുതുകയാണെങ്കിൽ നമുക്കറിയാം ഒരു വരയിൽ കൊള്ളിച്ച്, ഇപ്പോൾ മലയാളമൊക്കെ നമുക്ക് കൃത്യമായ വരയിൽ കൊള്ളിച്ചെഴുതാം. നമ്മൾ ഇരട്ടാക്ഷരങ്ങളോ അല്ലെങ്കിൽ വള്ളിയോ ഒക്കെ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ആ കള്ളിയുടെ പുറത്തേക്ക് പോകാറുള്ളൂ. എന്നാൽ അക്ഷരങ്ങൾ അറബിയിൽ എഴുതുന്ന സമയത്ത് ചില അക്ഷരങ്ങൾ ചില സമയത്ത് അത് പരിധി വിട്ട് താഴേക്കോ മേലേക്കോ പോകാറുണ്ട്. ഇപ്പം ഞാനൊരു വര വരച്ചു. ഈ വരയിൽ നമ്മൾ അർറജുൽ എന്നെഴുതുമ്പോൾ ആ ഇത്രയും കാര്യങ്ങൾ നേരെ എഴുതി. റാ നമ്മൾ താഴോട്ടാണ് എഴുതുക, അർറജു. അതുപോലെ തന്നെ ലാമ് താഴോട്ട് ഇറക്കിയിട്ടാണ്, ലാമ് താഴോട്ട് ഇറക്കിയിട്ടാണ് ഇടുക. അങ്ങനെ നേരെ എഴുതുകയും അതുപോലെ തന്നെ താഴ്ത്തി എഴുതുകയും ചെയ്യുന്ന ചില അക്ഷരങ്ങളുണ്ട്. നമുക്ക് എല്ലാ അക്ഷരങ്ങളിലൂടെയും ഒന്നുകൂടെ പോയി നോക്കാം. അലിഫ് നമുക്കറിയാം ഒരു കൃത്യമായ പരിധിയിൽ എഴുതും. അതേസമയം ബാ നമ്മൾ ഏകദേശം നീട്ടി എഴുതും. താവും അതുപോലെ തന്നെ എഴുതും, പുള്ളിയിൽ മാത്രം വ്യത്യാസം. സാ ഉ അതുപോലെ തന്നെ എഴുതും. എന്നാൽ നൂന് ഇതേപോലെയാണ് എഴുതുക. വെറും നൂനും ബാവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബായിന് പുള്ളി താഴെ, നൂനിന് പുള്ളി മേലെ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, വേറെയും വ്യത്യാസമുണ്ട്. നമുക്ക് അതൊന്ന് എഴുതി പരിശോധിക്കാം. ഇവിടെ ബ എന്ന അക്ഷരം നമ്മൾ ഇങ്ങനെ എഴുതി എന്ന് വിചാരിക്കുക. അതേസമയം ന എന്ന അക്ഷരം നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. അതായത് ഒന്നുകൂടെ ഉരുട്ടിയിട്ടാണ് ന എന്ന അക്ഷരം എഴുതുക. നമ്മളൊരു നേരെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ന എന്ന അക്ഷരത്തിൻ്റെ പകുതിയും താഴോട്ട് കടന്നിട്ടുണ്ടാവും. അതേസമയം ബ ലെവലിലും ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ബാ ഉം നൂനും ഒരുപോലെയല്ല. അതുപോലെ തന്നെ ദാലും റാവും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ദാല് നമ്മൾ ഒറ്റക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, റാ ഒറ്റക്ക് എഴുതുമ്പോൾ അങ്ങനെ എഴുതാം അല്ലേ? എന്നാൽ നമ്മളത് കൂട്ടി എഴുതുന്ന രൂപം ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ്. ഇപ്പം ഈ ബദറുൻ എന്നിങ്ങനെ എഴുതുക. ബദറുൻ, ദാല് ബായിനേക്കാണ് ഒത്തിരി പൊങ്ങിയിട്ടാണ് ദാലുണ്ടാവുക. ബായിനേക്കാൾ ഒത്തിരി പൊങ്ങിയിട്ടാണ് ബദറുൻ എന്നെഴുതുമ്പോൾ ഈ ഉണ്ടാവുക, ഏത് ദാലുണ്ടാവുക കൂട്ടി എഴുതുന്ന സമയത്ത്. എന്നാൽ അതേ പദം നമ്മൾ ബർദുൻ എന്നെഴുതുമ്പോഴോ ബർദുൻ, ബർദുൻ, ഈ റായിനെ നമ്മൾ എന്ത് ചെയ്തു? ദാലിനെ പോലെ പൊക്കിയില്ല, താഴോട്ട് പോയി. ഇത് ഞാൻ ഹത്തുൻ നസ്ഖ് സംബന്ധമായിട്ടാട്ടോ ഇപ്പോൾ പറയുന്നത്. പലതരത്തിലുള്ള കയ്യെഴുത്തുകളുണ്ട്, 10-14ഓളം ഇനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രണ്ടെണ്ണം, ഒന്ന് ഹത്തുർ റുക്കയും ഒന്ന് ഹത്തുൻ നസ്ഖുമാണ്. അപ്പോൾ ഹത്തുൻ നസ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മളെ പുസ്തകങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്ത ഭാഷ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബർദുൻ
എന്നെഴുതുമ്പോൾ നമ്മൾ റാനെ താഴ്ത്തിയത്. ബദറുൻ എന്നെഴുതിയപ്പോഴോ ദാലിനെ നമ്മൾ പൊക്കിയാണ് എഴുതിയത്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. ദാലും റാവും. പിന്നെ ജീമ് ഹ ജീമൊക്കെ എഴുതുന്ന കാര്യങ്ങൾ കുറേ പറയാണ്ട്, നമുക്ക് പിന്നെ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും സൂചിപ്പിക്കാം. പിന്നെ ദാല് പറഞ്ഞു, സായി പറഞ്ഞു, സീന് നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തെ 2 സിന്നുകൾ എന്നാണ് പറയട്ടെ, അതിന് ചെറുതാക്കിയും അവസാനത്തെ സിന്ന് വലുതാക്കിയാണ് എഴുതുക. വലുതാക്കി മാത്രമല്ല, അല്പം താഴ്ത്തിയാണ് എഴുതുക. ഒറ്റക്ക് എഴുതുന്ന രൂപാട്ട പറഞ്ഞ് അല്പം താഴ്ത്തിയിട്ടാണ് നമ്മൾ എഴുതുക. അല്പം താഴ്ത്തി എഴുതണം ഈ സീൻ്റെ അവസാനം. അതുപോലെ തന്നെയാണ് ഷീനും സ്വാദും ലാദും നമ്മൾ എഴുതേണ്ടത്. കൂട്ടി എഴുതുന്ന സമയത്ത് ഈ താഴ്ത്തൽ ഒഴിവാക്കും. കൂട്ടി എഴുതുമ്പോൾ നമ്മൾ ഇപ്പോൾ സുല്ലമുൻ എന്ന് എഴുതുകയാണെങ്കിൽ സുല്ലമുൻ, സീൻ്റെ ഈ കുനിപ്പുകൾ ഒരേ ലെവലിൽ വന്നു അല്ലേ, ഒരേ ലെവലിൽ വന്നു. അപ്പോൾ ആ ഒരേ ലെവലിൽ തന്നെയാണ് കൂട്ടി എഴുതുമ്പോഴെഴുതുക. പിന്നെ അല്ലാത്ത സമയത്ത് താഴ്ത്തി എഴുതുക. പിന്നെ സ്വാദ് ലാദ് ത്വാ എഴുതുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പം ബക്തത്തുൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ കഴിയുന്നതും കൂട്ടി എഴുതേണ്ട അക്ഷരങ്ങൾ ഒന്നിച്ച് തന്നെ എഴുതാൻ ശ്രമിക്കണം. കൂട്ടി ചേർത്ത് എഴുതേണ്ട അക്ഷരങ്ങൾ നമ്മൾ ഒന്നിച്ച് തന്നെ എഴുതാൻ ശ്രമിക്കും. എന്നിട്ടേ പുള്ളിയും കുത്തുണ്ടാവും. ഞാനിപ്പോൾ ഒരു പദം കാണിച്ചത് സഴലബുൻ. ഈ സഴലബുൻ എന്ന് നമ്മൾ ഇത്രയും എഴുതി കഴിയാം. എന്നിട്ട് മാത്രം നമ്മൾ പുള്ളിയിലേക്ക് പോയാൽ മതി. സഴലബുൻ ഇങ്ങനെ നമ്മൾ പോയാൽ മതി. ചില കുട്ടികൾ എങ്ങനെ എഴുതും? സ എന്നെഴുതി വെക്കും, പിന്നെ എന്നെഴുതും, പിന്നെ ല എന്നെഴുതും, പിന്നെ ബുൻ എന്നെഴുതും. ഇതും ഞാൻ ആദ്യം എഴുതിയ രീതിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എഴുതരുത്. നമ്മൾ കൂട്ടി എഴുതേണ്ട അക്ഷരങ്ങൾ ആദ്യം തന്നെ എഴുതി വെക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ദാല്, അയിന് പ്രത്യേകത അറിയാലോ. അയിൻ്റെ എഴുത്ത് അറിയാം. എന്നാലും ഒന്നുകൂടെ പറയാം. അയിന് ഒറ്റക്ക് എഴുതുമ്പം ചെറിയ ഒരു സിന്ന് മേലെയും വലിയൊരു സിന്ന് താഴോട്ടും. അതുപോലെ തന്നെയാണ് വൈനും എഴുതുക. വൈനും പുള്ളിയിൽ മാത്രം വ്യത്യാസം. ഇനി അത് തുടക്കത്തിലാണെങ്കിൽ ഈ താഴോട്ടുള്ള ഈ കുനിപ്പുണ്ടല്ലോ അതൊഴിവായിരിക്കും. ഇപ്പോൾ ഇത്രേ വരുള്ളൂ. ആന്നും എന്നുള്ള ഇത്രേ വരുള്ളൂ. ഇനി അത് നടുക്കാകുന്ന സമയത്ത് നമ്മൾ എന്താണ് സഴലബുൻ എന്നെ എഴുതി വെക്കുക. സഴ് കണ്ടോ, ഇവിടെ നമ്മൾ ഇടതുഭാഗം കുറച്ച് വലത്തോട്ട് കുനിപ്പായിട്ട് വരണം. എന്നിട്ട് മേലോട്ട് പോയിട്ട് ഇങ്ങനെ വരണം. വേറൊരു കോലത്തിലും എഴുതരുത്. നേരെ ഇങ്ങനെ പോവുക, ഇങ്ങനെ വരണം. സഴ്. ഈ അയിനും അങ്ങനെ തന്നെ സഴലബുൻ. ഇനി ഒടുക്കത്തിലാണ് വരുന്നതെങ്കിലോ, ഒടുക്കത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ ഇപ്പം കൈ മഉൻ എന്ന് എഴുതുമ്പോൾ കൈ മഉൻ കണ്ടോ, കൈ മഉൻ. ഞാൻ അതിനെഴുതിയത് നല്ലോണം ശ്രദ്ധിക്കുക. ഇങ്ങനെ അങ്ങ് പോവും, ഇങ്ങനെ അങ്ങ് പോവും. അതാണ് അയിനും ഓയിനും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഫാവും കാഫും തമ്മിൽ എന്താ വ്യത്യാസമുണ്ടോ? ഫാവും കാഫും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എഴുത്തിൽ? ഞാൻ നേരത്തെ ബായിനെയും നൂനിനെയും പറ്റി പറഞ്ഞ അതേ കാര്യങ്ങൾ ഇവിടെയും ബാധകമാണ്. അതായത് ഫാ എന്ന് ഇങ്ങനെ എഴുതണം, കാഫ് എന്ന് ഇങ്ങനെ എഴുതണം. പുള്ളി മാത്രമല്ല വ്യത്യാസം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടെ എഴുതാം. ഫാ എന്നത് ഇങ്ങനെ എഴുതുക, കാഫ് എന്നത് ഇങ്ങനെ എഴുതുക. മനസ്സിലായല്ലോ? ഫാ കാഫ്. ചിലപ്പോൾ നമ്മൾ പുള്ളി ഇടുന്ന സമയത്ത് ഇതേപോലെ ഇടൂല. ഇപ്പോൾ ഒറ്റ പുള്ളി ആണെങ്കിൽ ഇങ്ങനെ ഇടും. 2 പുള്ളിയാണെങ്കിൽ ചിലപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ ഇടാറുണ്ട്. 3 പുള്ളിയാണ് ഇങ്ങനെയും കാണിക്കും. അത് പെട്ടെന്ന് മനസ്സിലാകുമെന്ന് വിചാരിക്കും. ചില സമയത്ത് നമുക്ക് എളുപ്പത്തിൽ എഴുതി പോകാൻ വേണ്ടി സൗകര്യത്തിന് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അയിന്, ഫാ, കാഫ്
അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് രണ്ട് വാക്കുകൾ കൂടി നമുക്ക് എഴുതാം. അപ്പോൾ കൽബുൻ അല്ല ബക്കറ നടുക്ക് എഴുതുമ്പോൾ ഫാവും കാഫും തമ്മിൽ വലിയ വ്യത്യാസം വരില്ല, പക്ഷെ ഒടുവിൽ എഴുതുമ്പോൾ വലിയ വ്യത്യാസം വരും. ഒന്ന് നമ്മൾ എഴുതി നോക്കുക. എന്താണ് സബക്ക? സബക്ക 3 കുനിപ്പുണ്ട് കേട്ടോ. സീന് സ ബ ക. ഒന്നുകൂടെ എഴുതാം. സ ബ ക, സ ബ ക. ഇനി ഇതേ വാക്ക് സബഫ എന്നാണെങ്കിൽ എങ്ങനെ എഴുതി നോക്കാം. സബഫ അങ്ങനെ ഒരു വാക്കില്ല കേട്ടോ. സബഫ ഇങ്ങനെ എഴുതുള്ളൂ. അതായത് ഇതിൽ കാഫ് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫാ സീൻ്റെ അതേ ലെവലിൽ തന്നെയാണ് വരിക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മൾ നൂനെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ് കാഫ് എഴുതുക. അതുപോലെ തന്നെ ബായെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഈ ഫാ എഴുതുക. ആ വ്യത്യാസം മനസ്സിലാക്കുക. ഫാ കാഫ് കാഫ്. കാഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കാഫ് ഓരോ അവസരത്തിൽ വരുന്ന സമയത്ത് പല രൂപത്തിലാണ് എഴുതുക. ക തുടക്കത്തിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതും, ഒറ്റക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതും. ഇനി നടുക്കാണ് വരുന്നതെങ്കിൽ എന്താണ് സക്കബ. സക്കബ ഇങ്ങനെയുള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. ചില സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതിക്കാണ് കാന്ന്, അതൊക്കെ കാഫാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ലാമ് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ലാമ് കുറച്ച് താഴ്ത്തിയിട്ട് എഴുതണം. ലാമ് മീമ്. മീമ് സാധാരണ മീമ് എഴുതൽ ഇപ്പം അയിനും മീമിനും ഒന്നും ഉള്ളിൽ കാണൂല കേട്ടോ. ശരിക്കും ഞാൻ പിന്നെ വലുതാക്കി എഴുതാൻ വേണ്ടി എഴുതിയപ്പം അങ്ങനെ കണ്ടു എന്നേ ഉള്ളൂ. അപ്പം മീമ് എഴുതുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ഒറ്റക്ക് എഴുതുക. മീം മീം. ഇപ്പം സുമ്മാന്നെങ്ങനെ എഴുതുക? സുമ്മ. ഇങ്ങനെ മീം എഴുതുക. നൂന് ഹാ. ഹായിൻ്റെ കാര്യം അറിയാലോ. ഹാ ഒറ്റക്ക് എഴുതുന്ന രൂപം ഇതാണ്. ഹാ തുടക്കത്തിൽ എഴുതുന്ന രൂപം ഇതാണ്. പിന്നെ നടുക്ക് എഴുതുന്ന രൂപം ഇതാണ്. ഇതിങ്ങനെ എഴുതാറുണ്ട്, ഇങ്ങനെ എഴുതാറുണ്ട്. എങ്ങനെയാണ് താഴോട്ടാണ് ആദ്യം പോകേണ്ടത്. താഴോട്ട് പോയിട്ടാണ് മുകളിലോട്ട് വന്നിട്ട് തിരിഞ്ഞ് പോരേണ്ടത്. ഇപ്പം സഹിലുൻ എന്നെഴുതണമെങ്കിൽ സഹിലുൻ. ഇനി വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം, സഹിലുൻ. അപ്പോൾ ഹാ വാവ് റായിനെ പോലെ തന്നെ താഴോട്ട് പോകണം. യാ ബായിനെ പോലെ തന്നെയാണ് സാധാരണഗതിയിലൊക്കെ എഴുതുക. ബായിൻ്റെ പുള്ളിയുടെ വ്യത്യാസം മാത്രമേ യാനുണ്ട്. പക്ഷേ യാ അവസാനം വരുന്ന സമയത്ത് ഇങ്ങനെ പോകും. ഇപ്പോൾ എന്താണ് ഷെയ് ഉൻ എന്നെഴുതുക. ഷെയ് ഉൻ. ഷെയ് ഉൻ ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ വേറൊരു വാക്ക് ഞാൻ കിട്ടിയിട്ട് പിന്നെ എഴുതാം. യാ നൂന് ഹാ വാവ് യാ. അപ്പോൾ എല്ലാ അക്ഷരങ്ങളും കഴിഞ്ഞു. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.